In each of the following pairs of measures, find the ratio of smaller to larger. Smaller to larger ratio കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 മീറ്റേഴ്സും 12 മീറ്റേഴ്സും ആണ് അല്ലേ. അപ്പോൾ സ്മോളർ ടു ലാർജർ റേഷ്യോ എന്താണ്? സ്മോളർ ഏതാ 4 ആണല്ലേ. സോ 4 ലാർജർ 12 ആണ് അല്ലേ. സോ ദിസ് ഈസ് 4നെ നമുക്ക് 4 into 1 എന്ന് എഴുതാം. 12നെ നമുക്ക് 4 into 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററുള്ള 4ഉം കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള 1/3 ആണല്ലേ. റേഷ്യോ ഓഫ് സ്മോളർ ടു ലാർജർ എത്ര? 1:3 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8 ലിറ്റേഴ്സും 20 ലിറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ സ്മോളർ ടു ലാർജർ റേഷ്യോ എന്താണ്? സ്മോളർ 8 ലിറ്റർ ആണ് അല്ലേ. സോ 8 ലാർജർ 20 ലിറ്റർ ആണ്. 8/20. ഓക്കെ. അപ്പോൾ 8നെ നമുക്ക് 4 into 2 എന്ന് എഴുതാം. 20യെ നമുക്ക് 4 into 5 എന്ന് എഴുതാം അല്ലേ. കാരണം 4 into 5 എന്ന് വെച്ചാൽ 20 ആണല്ലോ. 4 into 2 എന്ന് വെച്ചാൽ 8 ആണ് അല്ലേ. ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററുള്ള 4 കൂടി ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ള എന്താ 2/5 ആണ് അല്ലേ. സോ റേഷ്യോ ഓഫ് സ്മോളർ ടു ലാർജർ എന്താ 2:5 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ 20 കിലോഗ്രാമും 25 കിലോഗ്രാമും ആണ് അല്ലേ. അപ്പോൾ സ്മോളർ ടു ലാർജർ റേഷ്യോ എന്താണ്? സ്മോളർ 20 അല്ലേ. സോ 20 ലാർജർ 25 ആണ്. ഓക്കെ. അപ്പോൾ 20യെ നമുക്ക് 4 into 5 എന്ന് എഴുതാം. 25നെ നമുക്ക് 5 into 5 എന്ന് എഴുതാം അല്ലേ. കാരണം 4 into 5 എന്ന് വെച്ചാൽ 20യും 5 into 5 25 ആണ്. അപ്പോൾ ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററുള്ള 5ഉം കൂടി ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള 4/5 ആണ് അല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് സ്മോളർ ടു ലാർജർ എത്ര? 4:5. A can contains 4 liters of water and another can 14 liters. What is the ratio of the amount of water in the smaller can to the amount of water in the larger can? ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ക്യാൻ ബൈ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ലാർജർ ക്യാൻ എത്രയാണെന്ന് നോക്കാം. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ക്യാൻ എത്രയാണ്? 4 ലിറ്റർ ആണ് അല്ലേ. സോ 4 എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ലാർജർ ക്യാൻ എത്രയാണ്? 14 ആണ്. ഓക്കെ. സോ 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 14നെ നമുക്ക് 2 into 7 എന്ന് എഴുതാം. ന്യൂമറേറ്ററുള്ള 2ഉം ഡിനോമിനേറ്ററുള്ള 2ഉം ക്യാൻസൽ ചെയ്യാം. 4നെ നമ്മൾ 2 into 2 എന്ന് എഴുതാൻ കാരണം എന്താ? 2 into 2 എന്ന് വെച്ചാൽ 4 ആണ്. അതേപോലെ 2 into 7 എന്ന് വെച്ചാൽ 14 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള 2/7 ആണ് അല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ക്യാൻ ടു എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ലാർജർ ക്യാൻ എന്താണ്? 2:7 ആണ്. Okay, second question. If 1 more liter of water is poured into each can, what would be the ratio become? അതായത് 2 ക്യാനിലും 1 more liter വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ക്യാൻ ബൈ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ലാർജർ ക്യാൻ എന്ത് വരും? ആദ്യം സ്മോളർ ക്യാനിൽ എത്രയായിരുന്നു? 4 ലിറ്റർ ആയിരുന്നു. അപ്പോൾ 1 ലിറ്റർ കൂടി ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? 4 + 1 5 ആകും അല്ലേ. സോ 5 ലാർജർ ക്യാനിലും എന്ത് സംഭവിച്ചു? 1 ലിറ്റർ ആഡ് ചെയ്തു. ലാർജർ ക്യാനിൽ 14 ആയിരുന്നു. ഇപ്പോൾ അത് എന്തായി? 14 + 1 ആയി. അതായത് 15 ആയി. ഓക്കെ. അപ്പോൾ ഇതെന്ത് വരും? 5നെ നമുക്ക് 5 into 1 എന്ന് എഴുതാം. 15നെ നമുക്ക് 5 into 3 എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ? 5 into 3 എന്ന് വെച്ചാൽ 15 ആണ്. ന്യൂമറേറ്ററുള്ള 5ഉം ഡിനോമിനേറ്ററുള്ള 5ഉം കൂടി ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 1/3 ആണ് അല്ലേ. സോ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ക്യാൻ ടു ലാർജർ ക്യാൻ എത്രയാണ്? 1:3 ആണ്.